ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ തലമുടി തേക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഹെയർ പാക്കാണ്. കട്ടൻ ചായ വെച്ചുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ്. പിന്നെ അത് മാത്രമല്ല, മുടിയൊക്കെ നല്ലൊരു ഉള്ളു തോന്നിപ്പിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ. മുടി വളരാനും നല്ലതാണ്. താരനുണ്ടെങ്കിലൊക്കെ നല്ലവണ്ണം മാറിക്കിട്ടുവേ. അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കിയത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ ഈ കട്ടൻ ചായ വെച്ചുള്ള ഒരു പാക്ക് ഞാൻ തലമുടി തേച്ച് നോക്കിയത്. നല്ല റിസൾട്ടുണ്ട്. ഞാൻ ഇത് രണ്ടാമത്തെ തവണയാണ് തേക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും തേച്ചു, ഈ ആഴ്ചയും തലമുടി തേച്ച് നോക്കിയിരുന്നേ. നല്ല റിസൾട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനായിട്ട് വേണ്ടത് 2 ഗ്ലാസ് വെള്ളമാണ്. അതിലോട്ട് 2 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലോട്ട് 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് അതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഉലുവയാണ്. ഉലുവ 1 സ്പൂൺ അളവിലാട്ടോ ഞാൻ എടുത്തേക്കണത്. പിന്നെ വേണ്ടത് ഒരു 6 ചെമ്പരത്തി പൂവാണ്. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമല്ലേ എടുത്തത്. അത് നന്നായിട്ട് തിളച്ച് ഒരു ഗ്ലാസ് വെള്ളം ആകുമ്പോഴത്തേക്കും അത്ര മതി കേട്ടോ. അത്ര വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആദ്യം നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് തണുക്കണ്ട, ഒരു ചെറിയ ചൂടോടെ തന്നെ നമുക്ക് അരിച്ചെടുക്കാവേ. അപ്പോൾ ഇതേ രീതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഷാമ്പു ആണ് കേട്ടോ. ഷാമ്പു എന്ന് വെച്ചാൽ ബേബി ഷാമ്പു ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഹിമാലയയുടെ ഷാമ്പു ആണ്. അത് നമുക്ക് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക, പതപ്പിച്ചങ്ങ് എടുക്കണേ. ഇതാണ് നമ്മുടെ തലമുടിയിലും തലയോട്ടിലൊക്കെ തേച്ച് കൊടുക്കുന്നത്. ഇത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ തലയിൽ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ. എണ്ണയൊക്കെ തേച്ച് കൊടുത്തത് മസാജൊക്കെ ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഷാമ്പു ഒക്കെ ഇടുന്നില്ലേ, ഷാമ്പു ഇടുന്ന പോലെ തന്നെ നമുക്ക് തലയോട്ടിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല വൃത്തിയൊന്ന് കഴുകിയെടുക്കണേ. ഒരുപാട് ഇങ്ങ് തേച്ച് പിടിപ്പിക്കൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ ഷാമ്പു ഇടുന്ന പോലെ തന്നെ തേച്ച് കഴുകിയാൽ മതിയേ. ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടില്ലേ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമുക്കിതിൽ വേണ്ടത് ചായപ്പൊടി, ഫ്ലാക്സ് സീഡ്, പിന്നെ ഉലുവ, എന്താ പറയുക, ചെമ്പരത്തിപ്പൂവ്, ഇത്രയും സംഭവമാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു കേട്ടോ. നമുക്ക് ഏത് ഷാമ്പു വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ബേബി ഷാമ്പു ആണ് ഇപ്പം ഉപയോഗിക്കുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ തലമുടി നല്ലവണ്ണം ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് കഴുകുവാണെങ്കിൽ തലയിലെ അഴുക്കൊക്കെ മാറും. നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയൊക്കെ നമ്മൾ ഓയിലൊക്കെ തേക്കുന്നതല്ലേ. തേക്കുമ്പോൾ അതിൻ്റെ അംശമൊക്കെ നമ്മുടെ തലയോട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഒരു ചെളി പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഷാമ്പു ഉപയോഗിക്കണം. പിന്നെ കണ്ടീഷണർ. അപ്പോൾ ഇന്നലെ ഞാൻ ഈ പാക്ക് കിട്ടുന്നതിന് ശേഷം എൻ്റെ മുടിയിൽ ഞാൻ കണ്ടീഷണർ തേച്ചായിരുന്നു കേട്ടോ. കാരണം എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ഹെയറാണ്. അപ്പം എനിക്കിങ്ങനെ മുടി ഇപ്പം അഴിച്ചിട്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ തന്നെ ജട പിടിച്ചിരിക്കും. അപ്പം ഞാൻ അങ്ങനെ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ മുടി അഴിച്ചിടാറുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെയാണ് ഞാൻ മുടി അഴിച്ചിടുന്നത് കേട്ടോ. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും മുടി പെട്ടെന്ന് ജട പിടിക്കും. അപ്പോൾ ഇതുപോലത്തെ പാക്കൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മുടി ഇവിടെ തൊട്ടങ്ങ് ജട കയറിയിരിക്കും. അപ്പോൾ നമ്മൾ ജട വന്നിരിക്കുമ്പോൾ നമ്മൾ ചീപ്പൊക്കെ അല്ലെങ്കിൽ കൈയൊക്കെ വെക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ കണ്ടീഷണർ തേക്കാറുണ്ട്. നിങ്ങൾക്കും കണ്ടീഷണർ തേക്കണം കേട്ടോ. ഷാമ്പു ഉപയോഗിക്കുന്നവരൊക്കെ കണ്ടീഷണർ തേക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മുടിയുടെ അറ്റമൊന്നും പൊട്ടിപ്പോകത്തില്ല. പിന്നെ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, ഇത് അടിപൊളിയാണ്. നമുക്കിപ്പം മുടി ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ഊരി പോരുവാണെങ്കിൽ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, നമുക്ക് ആ ഊരി പോരുന്ന മുടിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും പറ്റും. അതായത് ഇപ്പം ഒരു ദിവസം 40-50 മുടിയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, അവർക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഒരു 10-12 അത്ര മുടികളൊക്കെ പോകും കേട്ടോ. ഇന്നലെ ഞാൻ തലമുടി കഴുകിയിട്ട് ഒരു ഇച്ചിരി നേരം ഉണങ്ങി കഴിഞ്ഞ് നമ്മളിങ്ങനെ തല ചീകുമല്ലോ, കഴിഞ്ഞപ്പം 2-3 മുടി മാത്രമേ പോയിട്ടുണ്ടായിട്ടുള്ളൂ. അത്രയും നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.